നമ്മളിന്ന് ഖട്ടാറിലാണ് ഉള്ളത്. ഇന്ന് 17 ഡിസംബർ. നാളെ നാഷണൽ ഡേ ആണ്. അപ്പോൾ ഇവിടെ കുറേ ലൈറ്റ് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. നോക്കാം എന്താ അവിടെയുള്ള ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആദ്യം പറയാനുള്ള മെയിൻ കാര്യം ഇന്നത്തെ വെതർ. അടിപൊളി വെതറാണ്. നല്ല ക്ലൗഡിയാണ്. നല്ല ലൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ലൈറ്റ്സ് ഉണ്ട്. പിന്നെ നല്ല ക്ലൗഡിയാണ്. ഗ്രീൻ അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗ്രീനറി ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഖട്ടാർ എന്ന് പറയുന്നത്. ഭയങ്കര ഗ്രീനറിയാണ്. നമ്മൾ എവിടെ നോക്കിയാലും പുല്ലും പച്ചപ്പും കാര്യങ്ങളും മറ്റേ ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പോയി നോക്കാം. കുറച്ചും കൂടി ഉള്ളിൽ ഖട്ടാറിൻ്റെ ഉള്ളിൽ പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നും കാര്യങ്ങളും. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ്. സംടൈംസ് നമ്മളിവിടെ ചില ചെറിയ ഫങ്ഷൻസ് ഒക്കെ കാണാറുണ്ട്. ഇവരുടെ ഡെസേർട്ടിന് റൈഡ്സിന് കുറേ ഇങ്ങനെ ഇന്റർനാഷണൽ ടീംസ് ഒക്കെ പോകുന്നത് അതൊക്കെ കാണാറുണ്ട് ഇവിടെ. അപ്പോൾ അതുപോലത്തെ ഇത് കട്ടാറ എൻട്രൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കട്ടാറ അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. അവിടെ ഒരു ഓപ്പൺ ഒപ്പേറ ഉണ്ട്. ആ ഗ്രീൻ വാളുള്ളത് ഓപ്പൺ ഒപ്പേറയ്ക്കുള്ള മറ്റേ ഡോറാണ്. അത് ഭയങ്കര രസമാണ് കാണാൻ. നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. അതാണ് അതിനുള്ള എൻട്രൻസ്. ഒരു വലിയ ഗേറ്റ് പോലെയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാണ്. ഇതാണ് ഓപ്പൺ ഒപ്പേറയ്ക്കുള്ള എൻട്രൻസ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല മാർബിൾ വർക്ക്സും നല്ല സ്റ്റോൺ. എനിക്കറിയില്ല ആക്ച്വലി മാർബിളാണ്, പക്ഷേ സ്റ്റോൺ നല്ല രസമാണ് കാണാൻ. എന്തായാലും അടിപൊളിയാണ്. ഇരുന്ന് നല്ല നിറയെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയ ആണ്. ആ എൻട്രൻസ് കണ്ടില്ലേ, നല്ല ഒരു എൻട്രൻസ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ. ഒരു കുറച്ച് ലൈറ്റൊക്കെ ഇങ്ങനെ ഉള്ളിൽ വരുന്ന മാതിരി ഒരു ചെറിയ ഇടവേള പോലെയാണ്. അടിപൊളിയാണ്. എൻട്രൻസ് ആണ്. പക്ഷേ നല്ല രസമല്ലേ കാണാൻ. എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല രസം അത് കാണാൻ. ബാക്കിൽ കാണുന്നതാണ് സ്റ്റേജ് ആക്ച്വലി. ആ സ്റ്റേജിലാണ് പെർഫോമൻസും ഈവൻസ് ഒക്കെ നടക്കുക. നമ്മൾ ഖത്തർ ടെലിവിഷൻ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതൊക്കെ കാണുന്നവരാണെങ്കിൽ കാണാം. നമുക്ക് ഈ ഏരിയ പല ന്യൂസിലും പല ഈവൻസിലൊക്കെ കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയ ആണ്. ഖട്ടാറിലാണ് മെയിൻ അട്രാക്ഷൻ ഇത് തന്നെയാണ്. അവിടുത്തെ ഖട്ടാറിലെ മെയിൻ അട്രാക്ഷൻ ഇത് തന്നെയാണ്. നല്ല രസമാണ് അതിലെ വർക്കും സ്റ്റോൺ വർക്കും എല്ലാം. വൈകുന്നേരം ഒരു 6-6 കഴിഞ്ഞാൽ ലൈറ്റ്സ് കിട്ടും. ലൈറ്റ്സ് കിട്ടി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണത്. എനിക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ ഫുൾ വ്യൂ കിട്ടുന്നുണ്ട്. ഫുൾ വ്യൂ. എത്ര വലിയ ഏരിയ അല്ലേ. അടിപൊളിയാണ്. നല്ല 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 രസമുള്ളൊരു ഏരിയ അത്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലൗഡി വെതറാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും നല്ല രസം. ഒരു വൈകുന്നേരം ലൈറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാൻ. ആ കാണുന്നത് സെൻട്രിക്കസ് ഹോട്ടലാണ് അവിടുന്ന്. അതിൻ്റെ ബാക്കിൽ കാണുന്നത് വെസ്റ്റ് ബേ ആണ്. ഓൾറെഡി നമ്മളത് മറ്റേ ഓൾഡ് പോർട്ടിൻ്റെ വീഡിയോയിൽ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. വെസ്റ്റ് ബേ ഒരു എല്ലായിടത്തും നോക്കിയാൽ കാണുന്ന ഒരു ഏരിയ ആണ് ഈ വെസ്റ്റ് ബേ. നല്ല പക്ഷേ നല്ല രസമാണ്. ഈ ഒരു വെതറിൽ കാണാൻ പറ്റിയ നല്ല രസമുള്ളൊരു സ്ഥലമാണത്. എസ്പെഷ്യലി ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ല. അത്ര തിരക്കില്ലാത്ത കാരണമാണ് നമുക്ക് ഇത്ര ഫ്രീ ആയി കിട്ടുന്നത്. ഇല്ലെങ്കിൽ നിറയെ തിരക്കൊക്കെ ഉണ്ടാവും ഈ ഏരിയയിൽ. ഇവിടെ ഇങ്ങനെ ആൾക്കാരും ഫാമിലിയൊക്കെ വന്നിരുന്ന് നിറയെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. പണ്ട് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിറയെ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണുന്നുണ്ട്. അവിടെ ബീച്ചാണ് ആക്ച്വലി. ബീച്ചിൽ നിറയെ ബീച്ച് ആക്ടിവിറ്റീസും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് വന്നിട്ട് പോയി ഇപ്പോൾ വെറും മാർക്കറ്റ്സിൻ്റെ സ്പെഷ്യൽ ഫങ്ഷൻസിന് അവിടെ മാർക്കറ്റ്സ് ഒക്കെ വരുന്നത്. പക്ഷെ നല്ലതാണ്. ഇപ്പോൾ നല്ല കുറച്ചും കൂടി അത്ര റഷൊന്നുമില്ല ഇവിടെ. നല്ല രസമാണ് പക്ഷെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ. ഇനി കട്ടാറ ഹിൽസിലേക്ക് കയറാൻ പോവുകയാണെങ്കിൽ നമുക്കറിയില്ല. ബാക്ക് സൈഡാണ് വന്നിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയ അവിടെയാണ് വന്നിരിക്കുന്നത്. കത്താറ ഹിൽസ് കണ്ടിട്ടില്ല ഇതുവരെ. വന്നിട്ട് നമ്മൾ പോയിട്ടുമില്ല. പോയി നോക്കാം എന്താണ് അവിടെ നോക്കാം.
ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഖത്തർ ഫുള്ള് കാണാം. ഈ ഒരു സൈഡ് ഫുള്ള് കാണാം. നല്ല ഏരിയയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിറയെ വോസ്റ്റ് ഏരിയയാണ്. കുട്ടികൾക്ക് കളിക്കാനായാലും ഫാമിലിയായിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ അവിടെ വന്നപ്പോൾ സമയത്ത് കണ്ടിരുന്നു സ്റ്റൗവൊക്കെ ആയി വന്നിരുന്ന് ഫുഡ് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ടു. അതെ, ഒരു ദിവസം ഒരു പിക്നിക്കിന് പറ്റിയ നല്ല ഏരിയയാണ്. ഭയങ്കര ഗ്രീനറിയാണ്. നിറയെ ട്രീസും മരങ്ങളും മറ്റേ ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ്. നമുക്ക് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും ഈ ഒരു ഏരിയയിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ. നല്ലൊരു എൻ്റർടൈനിങ് ആയിരുന്നു അവിടെ. ഒരു കുറച്ച് ഇനി വാട്ടർഫാൾസ് ഉള്ളവിടെ പോവാണ്. ഈ സൈഡാണെന്നാ പറഞ്ഞത്. ഞാൻ വിളിച്ചു ചോദിച്ചു ഫ്രണ്ട്സിനെ. അപ്പോൾ നമ്മളെ എൻട്രൻസ് ഖത്തർ എൻട്രൻസിൻ്റെ ഏരിയയിലാണ് വാട്ടർ ഫാൾസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. വാട്ടർഫാൾസ് അല്ല, ഒരു സ്ട്രീം മാതിരിയുണ്ട്. ഈ സൈഡാണെന്നാണ് പറയുന്നത്. കുറച്ച് നേരം നടക്കാണ്ട് നടന്നു. ഓൾറെഡി ടയേർഡൊക്കെ ആയി. പോയി നോക്കാം ഇനിയിപ്പോൾ എന്താ അവിടെ അവസ്ഥ. നടക്കാനൊന്നും വയ്യ. നോക്കട്ടെ. കാറൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ക്യാബിലാണ് വന്നത്. ഉം. ഇതൊരു മാവാണ് ആക്ച്വലി. ഫസ്റ്റ് കയറിയ ഉടനെ കണ്ടത് ഒരു മാവാണ്. നല്ല ഉശിരുള്ള നല്ല സ്ട്രോങ് ആയിട്ട് നാട്ടിൽ കാണുന്ന അതേ സാധനം. നല്ല രസമുണ്ട്. ഒരു ഇല പോലും ഉണങ്ങിയിട്ടില്ല. അത്രയും കെയർ ആയിട്ടാണ് അവിടെ നോക്കുന്നത്. നല്ല ഒരു മാവ് കണ്ടു. ഇവിടുന്ന് ഈ സൈഡ് കാണാം. മറ്റേ ഗിഫ്റ്റ് ബോക്സിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ ആണ്. അപ്പോൾ നോക്കാം, ഇനി എത്തിയിട്ടില്ല. മറ്റേ സ്ട്രീം അങ്ങനെ വെള്ളം ഒഴുകുന്നത് അതാണ് മെയിനായിട്ട് കാണാനുള്ളത്. അത് എത്തിയിട്ടില്ല. പോയി നോക്കാം എന്താ അവസ്ഥ എന്നറിയില്ല. ആ സാധനം കണ്ടുപിടിച്ചു. പക്ഷേ ഫസ്റ്റ് നമ്മൾ കണ്ടോണ്ട് വെള്ളമൊന്നും കാണാനില്ല. അയ്യോ, ഇത്ര നേരം കയറി വന്ന് കുന്ന് കയറി വന്ന് ആകെ സീനായെന്ന് തോന്നുന്നു. വെള്ളമൊന്നും കാണാനില്ല. പക്ഷെ വെള്ളം ഉണ്ട്, പക്ഷെ അന്നില്ല. ആ ഒരവസ്ഥയാണ്. അറിയില്ല എന്താ സംഭവം എന്നറിയില്ല. കുറച്ചും കൂടി മേലേക്ക് കയറി നോക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നു. കയറി നോക്കാം നമുക്ക്. കണ്ടു. വെള്ളം കണ്ടു. മേലെയാണ്. ഇവിടെ താഴേക്കില്ല വെള്ളം. ഈ സൈഡിലേക്കല്ല. അത് മേലെയാണ് വെള്ളമുള്ളത്. നിറയെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല രസമാണ്. മരുഭൂമിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അടിപൊളി. എന്തായാലും ഇത് കണ്ടു. ഇത് കാണലായിരുന്നു മെയിൻ എയിം. യെസ്, കണ്ടു. നല്ല രസം. ഗുഡ്. ഇത് ഒരു പ്രൈവറ്റ് ഹോട്ടലാണ്. ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. നല്ല ആൾക്കാരൊക്കെ വന്നിരുന്ന് കഴിക്കലും ഇതൊക്കെ ഉണ്ട്. നല്ല കുറച്ചും കൂടി നല്ല രസം ഉള്ളൊരു ഏരിയ. പിന്നെ ഇതാണ് ആ സ്ട്രീംസിൻ്റെ അവിടെ നിന്ന് എടുത്തുള്ള വ്യൂ. അടിപൊളി വ്യൂ ആണ്. ഇതും ഇതുപോലെ തന്നെ നേരത്തെ അപ്പുറത്തെ സൈഡ് പോയ പോലെ ഇവിടെയും നിറയെ കളിക്കാനും ഉള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മേലെ നിന്നുള്ള വെള്ളം അങ്ങനെ ഒഴുകി ഇവിടെ ഒരു തടാകം വരെ ഉണ്ട്. ആ തടാകത്തിൽ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്. ഇതിങ്ങനെ ഒഴുകി വരിക, താഴേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന ഇതാണ്, സ്ട്രീമാണ്. ആൾക്കാർ നിറയെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നിറയെ ടിക്ടോക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. അതെ, നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല രസമാണ്. ഫാമിലിയൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. നല്ല വൈബ് മൂഡാണ്. അതെ അതെ. യെസ്, അതാണ്. കഴിഞ്ഞു, ഇരുട്ടായി. നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇരുട്ടായി. ഇനിയിപ്പോൾ ഒന്നുമില്ല, അങ്ങനെ തിരിക്കുകയായി. ഓക്കെ, താങ്ക്സ് ഗൈസ്, ബൈ.